കുറച്ച് സമയം മിണ്ടായി. ഇനി തൊട്ട് ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ പോവാ. എന്നിട്ട് അവന് റൊമാൻറ്റിക് ആയിട്ട് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളിങ്ങനെ ഷോക്കായി നോക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ലീയും ഇങ്ങനല്ലേ നീ വായിക്കുന്ന റൊമാൻറ്റിക് ബുക്കിലൊക്കെ എഴുതിയേക്കുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞോടെ പെട്ടെന്ന് അവളും മിസ്റ്റർ ലീ നൂഡിൽസ് ചൂടായെന്തോ ഞാൻ എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് അവളും ടോപ്പിക് മാറ്റി ഇവരുടെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ കഴിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് അക്കിം ഞാൻ ഇങ്ങനത്തെ പാക്കറ്റിൽ നിന്ന് വാങ്ങിച്ച നൂഡിൽസ് ഒന്നും കഴിക്കത്തില്ല, കാരണം ഇതിനകത്ത് മൊത്തം കെമിക്കൽസാ. എന്നിട്ട് അവനും പറഞ്ഞിട്ട് വായെടുത്തേക്കുമ്പോഴാണ് അവൻ ഇത് ഇഷ്ടപ്പെട്ടിട്ട് അത് ഫുൾ ഇങ്ങനെ സ്പീഡ് വാരി കഴിക്കും. ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് മിസ്റ്റർ ലീ നിങ്ങൾക്ക് പാക്കഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ. എന്നിട്ട് അവൾ കഴിക്കുമ്പോഴാണ് അവനും എനിക്ക് അങ്ങനത്തെ ഐറ്റം ഒന്നും ഇഷ്ടമല്ല, പക്ഷെ എന്തായാലും എനിക്ക് വേണ്ടി നീ എഫോർട്ട് ഉണ്ടാക്കിയല്ലേ ഈ നൂഡിൽസ്, അതുകൊണ്ട് ഞാൻ തീർത്തിട്ടുള്ളൂ ബാക്കി കാര്യം. എന്നിട്ട് അവനത് ഫുള്ളും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് അങ്ങ് പോകും. അങ്ങനെ അവൻ പോയ അടുത്ത സെക്കൻഡ് അവന്റെ ചേച്ചി അകത്തേറി നോക്കുമ്പോഴാണ് ടേബിളിനകത്ത് 2 ബൗൾ കാണുന്നത്. ഇത് കണ്ട് ചേച്ചിയും കിം ഈ രാത്രി ആരെ ഇവിടെ വന്ന്. എന്നിട്ട് അവൾ കഴിക്കുമ്പോഴാണ് പെട്ടെന്ന് അവള് ലീവ് എന്ന കാര്യം കുറയും. ഇത് കേട്ടോടെ ചേച്ചി അവൾ അടിച്ചിട്ട് എടി ഈ രാത്രി സമയം എന്തിനാടി അവനകത്ത് കയറ്റിയ, നിനക്കൊരു കോമൺ സെൻസ് ഇല്ലല്ലേ, ഇങ്ങനെ രാത്രി ഒരുമിച്ച് നിങ്ങൾ ഒരു ഫുഡ് കഴിക്കുവാണെങ്കിൽ സാധാരണ പുറത്തിരിക്കുന്നവരൊക്കെ നിങ്ങൾ ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. ഞാൻ പറയുന്നേക്ക് നിനക്ക് അവൻ ഇഷ്ടമെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു മാച്ചും ഇല്ല. കൊച്ചിലൊക്കെ നമ്മളൊരു ചിക്കൻ പീസ് കിട്ടാൻ പോലും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അലിക്ക് അതിന്റെ കഷ്ടം പോലും അറിയത്തില്ല. എന്നിന് ചേച്ചി അവൾ അഡ്വൈസ് ചെയ്യും. അതേസമയം നമ്മുടെ ലീയെ പോലെ തന്നെ ചേട്ടൻ ഉറങ്ങി കിടക്കുമ്പോൾ അവൻ കൊച്ചിലിങ്ങനെ പേടിച്ച് കരയുന്ന പോലെ ഒരു സ്വപ്നം വരും. ഇത് കണ്ട് അവനും പേടിച്ചേക്കും. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ പോയി റെഡിയാന്ന് നമ്മുടെ കിം പുറത്തേക്ക് നോക്കുമ്പോൾ ലീ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇവൻ വന്നേക്കുന്നുണ്ട്. ഇന്ന് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്ന് അവൾ ധൃതിയിൽ പുറത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് സ്ലിപ്പായി അവന്റെ അകത്ത് ഇങ്ങനെ വീഴുന്നത്. അതിനുശേഷം അവൻ സോറി പറയുമ്പോഴാണ് ഇത് കേട്ട് ലീയും ഇതിനൊക്കെ എന്തിനാ സോറി പറയുന്നത്, നീ അറിയാതല്ലേ വീന്ന്. എന്നിട്ട് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവളും ചെറിയ ഷോക്കി കാർ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവൻ തെരഞ്ഞെടുത്തിട്ട് വെയിറ്റ് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്തോളാം. എന്നിട്ട് ഇന്ന് നമ്മുടെ ലീ മൊത്തത്തിൽ വെറൈറ്റി ആയിട്ടിരിക്കും. അങ്ങനെ ആ കൺഫ്യൂസ് അവൾ അകത്തേക്ക് ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലീ ആദ്യമായിട്ട് കിമ്മിനോട് പറയുന്നത് പിന്നെ ഇന്ന് നിന്നെ കാണാൻ ക്യൂട്ടാ. എന്നിട്ട് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് അവളും മൊത്തത്തിൽ ഷോക്കായി. മിസ്റ്റർ ലീ നിങ്ങൾ സാധാരണ ഇങ്ങനെയൊന്നും പറയത്തില്ലല്ലേ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഞാൻ നിന്നെ എങ്ങനെ ക്യൂട്ടാണെന്ന് പറയണമെങ്കിൽ ആദ്യം നീ നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യണം, കാരണം കഴിഞ്ഞ ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നീ ഒരേ ഡ്രസ്സ് ഇട്ടുണ്ടെന്ന്. പുറത്ത് കാണുന്നവർക്ക് വിചാരിക്കും ഞാൻ നിനക്ക് യൂണിഫോം തച്ചു കൊടുത്തതാണ്, അതുകൊണ്ട് ഫാഷനും കൂടെ ഫോക്കസ് ചെയ്തോ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവളും മൊത്തത്തിൽ ഇംപ്രസ് ആയി. അപ്പോൾ നിങ്ങൾ എന്നെ ഫുൾ ടൈം വാച്ച് ചെയ്യായിരുന്നല്ലേ. എന്നിട്ട് അവളും ചോദിക്കുമ്പം ഇത് കേട്ട് അവൻ എന്തോ പറയുന്ന ആലോചിച്ച് സോറി അതിന്റെ മെമ്മറി പവറാ. എന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ട് അവ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കും. ഇതൊക്കെ പുതിയതായിട്ട് ഫീൽ ചെയ്യുന്ന അവൾ ഒന്നും പറയാതെ ഇവരെന്നെ തിരിച്ച് കമ്മലിലേക്ക് പോകുമ്പോഴാണ് കിം അവന് വേണ്ടി ഫയൽസ് ഒക്കെ എടുക്കുമ്പോൾ അറിയാതെ അവളുടെ കൈ കീറും. ഇത് കണ്ട് ലീ അടുത്തേക്ക് വന്നിട്ട് അവളെ കെയർ ചെയ്യുമ്പോഴാണ് കിം അതൊന്നും വേണ്ടെന്ന് പറയും. അപ്പോഴാണ് ലീയും പറഞ്ഞിട്ട് കിം ഇതിന് നീയല്ല എന്റെ മുറിവിന് മരുന്നിട്ട്, അതുകൊണ്ട് അതിന് വരെ ഈ മുറിവിന് ഞാൻ മരുന്നിട്ടോളാം. എന്നിട്ട് അവൻ ആദ്യമായിട്ട് നമ്മുടെ കിമ്മിനെ കെയർ ചെയ്യും. അതേസമയം ലീയുടെ അമ്മയും അവരുടെ 2 മക്കളും ഇങ്ങനെ അടിയോടെന്ന് വിചാരിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന അച്ഛനും അവരെ സമാധാനപ്പെടുത്താൻ വേണ്ടി എടി മക്കളുടെ പ്രശ്നമൊക്കെ ഞാൻ നോക്കണം, നീ അവരെ കുറിച്ച് ഇങ്ങനെ ഫീൽ ചെയ്യാതിരി, ഇപ്പൊ പുതിയതായിട്ട് ഒരു ഹാൻഡ് ബാഗ് റിലീസ് ആയിട്ടുണ്ട്, നീ വേണേ അത് പോയി ഷോപ്പ് ചെയ്യും. എന്നിട്ട് അച്ഛനും പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മയും പെട്ടെന്ന് അത് ഞാൻ രാവിലെ തന്നെ പോയി വാങ്ങിച്ചു. എന്നിട്ട് അവര് പറയും ഇതും കേട്ട് നമ്മുടെ അച്ഛനും ചിരിച്ചോണ്ട് നേരെ മാർഫസിനെ കാണാൻ പോയിട്ട് പറയും എടാ നീ എന്തിനാ വെറുതെ നിന്റെ അനിയനായിട്ട് അടി ഉണ്ടാക്കുന്നത്, അവനല്ലേ മൈൻഡ് അപ്സെറ്റ് ആയ പിന്നെ നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് എല്ലാം താന്നു, ഇനിയെങ്കിലും നീ അവനോട് സമാധാനത്തിൽ സംസാരിക്കും. എന്നിനെ ചേട്ടൻ അഡ്വൈസ് ചെയ്യും. അതേസമയം നമ്മുടെ കിം വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ജിയ അടുത്തേക്ക് വന്നിട്ട് പിന്നെ കിം നിങ്ങളെ കാണാൻ വേണ്ടി ആരാണ്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൾ പറയും ഇത് കേട്ട് കിമ്മും എന്നെ കാണാൻ ആരാ വന്നേക്കുന്നത്. എന്നിട്ട് അവൾ ചോദിക്കുമ്പോൾ ജിയയ്ക്കും പേര് അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് കിമ്മും പോകുന്നതിന് മുമ്പ് അഡ്വൈസ് ചെയ്യുന്നത് ജിയ ഇനിയെങ്കിലും ആ കാണാൻ വന്നവരാരാന്ന് കുറച്ച് അന്വേഷിക്കും. എന്നിട്ട് അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ കിമ്മിനെ കാണാൻ വേണ്ടി ലീയുടെ ചേട്ടൻ വന്നേക്കുന്നത്. ഇത് കണ്ട് അവള് ഷോക്കായി നിങ്ങൾ എന്തിനാ എന്നെ കാണുന്ന വിളിച്ച. എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും നിങ്ങളല്ലേ കിം, എനിക്ക് 2-3 ദിവസത്തിന് മുമ്പ് ഇമെയിൽ അയച്ചായിരുന്നു നിങ്ങളുടെ പുതിയ ആർട്ട് സെന്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ടോടെ അവള് മൊത്തം ഷോക്കായി. അപ്പൊ നിങ്ങളാണോ ആ ഫേമസ് റൈറ്റർ മാർഫസ്. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോകും. അപ്പോഴാണ് അവള് സന്തോഷത്തി മാർഫസ് ഞാൻ നിങ്ങളുടെ വലിയ ഫാനാ, നിങ്ങളുടെ എല്ലാ ബുക്കും ഞാൻ വായിക്കും, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല നിങ്ങളായിരിക്കുന്നു. എന്നിട്ട് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള ഫ്ലവർ കാരണം അവൾക്ക് അലർജി വന്നിങ്ങനെ തുമ്മും. ഇത് മനസ്സിലാക്കി അവനും അവിടെയുള്ള വെയിറ്ററിനെ വിളിച്ച് ആ ഫ്ലവർസ് എടുത്തുണ്ടാവും പറയും. അപ്പോഴാണ് കിമ്മും മാർഫസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഈ ഫ്ലവർ കാരണം തുമ്മുന്നതെന്ന്. എന്നിട്ട് അവൾ ചോദിക്കും അവനും അതൊന്നുമില്ല ഞാൻ ജസ്റ്റ് എന്റെ ബുദ്ധി യൂസ് ചെയ്ത്, നിന്റെ അടുത്ത ഫ്ലവർസ് ഉള്ളതുകൊണ്ട് നിനക്ക് അലർജിക്കായിട്ട് ഫീൽ ചെയ്ത് അതാ ഞാൻ എടുത്ത് മാറ്റാൻ പറഞ്ഞ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവളും നിങ്ങളൊരു നല്ല റൈറ്റർ മാത്രമല്ല സ്മാർട്ട് പേഴ്സണും കൂടെ. എന്നിട്ട് ഇവരുടെ പുറത്തിറങ്ങുമ്പം കിമ്മും ചോദിക്കും പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ആർട്ട് സെന്റർ തുറക്കാൻ വേണ്ടി വരുവാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയണേ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും അത് പറയാം, പക്ഷെ നിങ്ങളുടെ നമ്പർ ഒന്ന് തരണേ, പണ്ടത്തെ പോലെ തന്നെ ചീറ്റ് ചെയ്യല്ലേ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് അവളുടെ നമ്പറും കൊടുക്കും. അതേസമയം നമ്മുടെ ലീയും പാർക്കിന് വിളിച്ചോണ്ട് കിമ്മിനെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് പാർക്കും എടലി നിന്റെ കൂട്ടുകാരന് ഒരു പെണ്ണിന് ഇഷ്ടമല്ലേ, അവൻ ഇതുവരെ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഡേറ്റിനൊന്നും വിളിച്ചോണ്ട് പോയിട്ടില്ല. എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ലീ ഇല്ലെന്ന് പറയും. അപ്പോഴാണ് പെട്ടെന്ന് പാർക്കും എങ്കിൽ പിന്നെ അവൻ അവളെ കിട്ടത്തില്ല, വേറെ ആരെല്ലാം കൊണ്ടുപോകും. എന്നിട്ട് അവനും പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലീയുടെ ഫേസ് റിയാക്ഷൻ അങ്ങ് മാറും. ഇത് കണ്ടവിടെ പാർക്കും പേടിച്ച് എടാ ഞാൻ നിന്റെ കൂട്ടുകാരനെ കുറിച്ചല്ല പറയുന്നത്, നീ എന്തെങ്കിലും ദേഷ്യപ്പെട്ടു വെക്കുന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ലീയും എടാ അവൻ എന്റെ ക്ലോസ് ഫ്രണ്ടാ, നീ അവനിങ്ങനെ ക്ലോസ് ആക്കാതെ വല്ല ഐഡിയ ഉണ്ടേ പറ. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് പാർക്കും ഞാൻ പറയുന്നെങ്കിൽ ദേഷ്യപ്പെടാതെ, ഞാൻ നിന്റെ
കൂട്ടുകാരന്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞ. ഒരുപക്ഷെ അവൻ അവളെ പ്രൊപ്പോസ് ചെയ്യാൻ ലേറ്റ് ആയെങ്കിൽ വേറെ ആരെങ്കിലും ഇടയിൽ കയറി പ്രൊപ്പോസ് ചെയ്യും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞ. എന്നിട്ട് അവനും പറഞ്ഞു കേട്ട് നമ്മുടെ ഈ കമ്പനി ഇരുന്ന് കുറെ ഇങ്ങനെ ആലോചിച്ച് നോക്കും കിമ്മിന് ഇഷ്ടപ്പെട്ട രീതി എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന്. അങ്ങനെ അവനൊന്നും ഐഡിയ ഇട്ടതുകൊണ്ട് നേരെ ജിയയുടെ അടുത്തേക്ക് ചെന്നിട്ട് പിന്നെ ജിയ നിനക്ക് എന്തിനാ അവന് ചോദിക്കാൻ പോകുമ്പോൾ കറക്റ്റ് അതേ സമയത്ത് കിം അവിടെ വരും. മിസ്റ്റർ ലീ നിങ്ങൾക്ക് വല്ല സഹായമാണോ എന്നിനാൾ വന്നോടെ പെട്ടെന്ന് അവൻ ടെൻഷനായി. ഇല്ല, ഞാൻ ആർട്സിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കാൻ വന്നേ, നിങ്ങളൊക്കെ പെർഫെക്റ്റ് ആയി നോക്കണം, ഓക്കെ ഞാനിപ്പോ വരാം. എന്നിട്ട് അവന് നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആകും. അപ്പോഴാണ് അവിടെ മാനേജർ നിൽക്കുന്ന കാണുന്നത്. ഇത് കണ്ട ഉടനെ അവൻ അടുത്തേ ചെന്നിട്ട് പിന്നെ മാനേജർ ഇവിടെ അടുത്ത് നോർമൽ ആയിട്ടുള്ള റെസ്റ്റോറന്റ് ഉണ്ടോ എന്നിട്ട് അവന് ചോദിക്കുമ്പോൾ മാനേജറും കുറെ റിയാക്ഷനെ കാണിച്ച് മിസ്റ്റർ ലീ ഫുഡിനെ കുറിച്ച് എന്നോടല്ലേ ചോദിച്ചേ, ഇവിടെ കുറെ കടയുണ്ട്, എല്ലാ കടയിലും നല്ല സ്പൈസി ഫുഡ് അടിച്ചു വാരി അതിന്റെ മുകളിൽ പെപ്പർ എന്നിങ്ങനെ അവൻ കുക്കിങ്ങിനെ കുറിച്ച് കുറെ പറയുമ്പം ഇതൊക്കെ കേട്ട് നമ്മുടെ ലീഗും തല ഇറങ്ങി അവനെ മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. എന്നിട്ട് പാർക്കിനോട് തന്നെ സഹായം ചോദിക്കാൻ പറഞ്ഞ് അവന്റെ വാതിൽ ഇറക്കുമ്പോൾ അവനകത്ത് കാണത്തില്ല. അപ്പോഴാണ് പുറത്തൊരു ലേഡി സ്റ്റാഫ് നിൽക്കുന്നിട്ട് അവളോടും ചോദിക്കും അത് പിന്നെ നോർമലായിട്ട് ഗേൾസ് ഒക്കെ എങ്ങനത്തെ റെസ്റ്റോറന്റ് ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് അവൻ ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവൾക്കും പിടികിട്ടി. മിസ്റ്റർ ലീ നിങ്ങൾ ഡേറ്റിങ്ങിന് പോവാണോ എന്നിട്ട് അവൾ ചോദിച്ചോടെ പെട്ടെന്ന് ലീയും അവളെ അവോയ്ഡ് ചെയ്തിട്ട് ഇല്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു, നീ കൂടുതൽ ആലോചിക്കണ്ട. എന്നിട്ട് അവന് നടന്നു പോകുമ്പോൾ അവിടെ വേറൊരുത്തിനെ കാണും. എന്നിട്ട് അവനോട് ചോദിക്കണോ വേണ്ടെന്ന് ആലോചിക്കും. നിനക്ക് ഇവിടെയുള്ള റെസ്റ്റോറന്റിനെ കുറിച്ച് അറിയാവോ? ഇല്ല ഇല്ല, നിനക്കൊന്നും അറിയാൻ സാധ്യതയില്ല. എന്നിട്ട് അവൻ തന്നെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ സത്യത്തിൽ ഇവനായിരുന്നു ഫുൾ ഡീറ്റെയിൽസ് അറിയാന്ന്. അങ്ങനെ അവൻ അടുത്തുള്ള ഓരോ ഹോട്ടലിന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ ലീയും അവന്റെ റൂമിലേക്ക് ചെന്നിട്ട് ഗൂഗിളിൽ ചെന്ന് അടിച്ച് കുറെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അതേസമയം ഇവനെ പുറത്തിരുന്ന് കാണുന്ന നമ്മുടെ സെറയും പിന്നെ നിങ്ങൾക്ക് മിസ്റ്റർ ലിയെ കാണാൻ എന്തെങ്കിലും ഹാൻഡ്സ് ഓൺ തോന്നിയിട്ടുണ്ടോ എന്നിട്ട് അവളും ചുമ്മാ ചോദിക്കുമ്പോൾ ഇത് കേട്ട് കിമ്മും എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നിട്ട് അവളും ചുമ്മാ കള്ളം പറഞ്ഞാലും നമ്മുടെ ലിയെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവരെ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് GM പറയുന്നത് അത് പിന്നെ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നമ്മനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അവൻ എപ്പോഴും ഒരേ കോട്ട് ഇട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അവള് പറയുമ്പോൾ ഇത് കേട്ട് സെറയും ഒന്ന് പോടി, അവനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കോട്ട് വാങ്ങിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരൊറ്റ കളറിൽ തന്നെ കുറെ കോട്ട് വാങ്ങിച്ചിരിക്കും. എന്നിട്ട് അവളും കുറെ തള്ളും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന കിമ്മും നിങ്ങൾക്ക് എന്തുവാടേ, അവൻ ഏത് കോട്ടിട്ട് നിങ്ങൾക്ക് എന്തുവാ, നമ്മളിവിടെ വന്നേക്കുന്ന വർക്ക് ചെയ്യാനാ, അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. എന്നിട്ട് അവൾ പറയുമ്പോൾ ഇത് കേട്ട് സെറയും പിന്നെ കിം ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിങ്ങൾ ബുധനാഴ്ച ഇട്ട അതേ ഡ്രസ്സല്ലേ ഇപ്പൊ ഇട്ടേക്കുന്നത്. എന്നിട്ട് അവൾ പറയും. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ കിമ്മിന് മനസ്സിലാകുന്നത് ലീ എന്തുകൊണ്ടാ അവളുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷം അവള് ലീയെ കാണാൻ പോകുമ്പോഴാണ് അവനൊരു പെർഫെക്റ്റ് റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് അഭിനയിക്കും ഇന്ന് രാത്രിക്കുള്ള ഡിന്നറിന് ഞാൻ നിന്നെ ഇൻവൈറ്റ് ചെയ്യാം, ഞാൻ നിനക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്കാം. എന്നിട്ട് അവളോട് പറഞ്ഞ് നമ്മുടെ ലീയും ഇന്ന് രാത്രി എങ്ങനെയൊക്കെ പ്രൊപ്പോസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും. അങ്ങനെ അതിനുവേണ്ടി കിമ്മും പെർഫെക്റ്റ് ആയിട്ട് ഒരു പുതിയ ഡ്രസ്സ് എടുത്ത് അവനെ കാണാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങും. അപ്പോഴാണ് അതേസമയം നമ്മുടെ ലീയുടെ ചേട്ടനെ അവള് ഫോൺ വിളിച്ച് പിന്നെ കിം നിങ്ങളിപ്പോ ഫ്രീ ആണോ, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ. എന്നിട്ട് അവനും വിളിക്കുമ്പോൾ ഇത് കേട്ട് കിമ്മും ഞാനിപ്പോ പുറത്താ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. എന്നിട്ട് അവളും പറയുമ്പോൾ ഇത് കേട്ട് ചേട്ടനെ സമ്മതിക്കാതെ നീ പുറത്താണോ, ഞാനും പുറത്താ, നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും, ആ ലൊക്കേഷൻ ഈസെന്റ് ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് അവന് കിമ്മിനെ കാണാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് പോകും. അപ്പോഴാണ് അവളും അമാർഫസ് നിങ്ങൾ എന്തിനെ എന്നെ കാണണമെന്ന് പറഞ്ഞ്, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് വർക്ക് ഉണ്ട്. എന്നിട്ട് അവളും പറയുമ്പോൾ ഇത് കേട്ട് അവനും ഞാൻ ഈവന്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തന്നെ നിങ്ങൾ ആർട്ട് സെന്റർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചല്ലേ, അതിന് ഞാൻ വരാം. പിന്നെ എന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് ഞാൻ റിലീസ് ചെയ്യാൻ വന്ന ബുക്ക് നിങ്ങൾ തന്നെ വെച്ചോ, ഇതിന്റെ അകത്ത് എന്റെ ഓട്ടോഗ്രാഫ് ഉണ്ട്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവൾ ഇംപ്രസ് ആയി. മാർഫസ് ഈ ബുക്ക് ഇത് റിലീസ് ആയില്ലല്ലേ. എന്നിട്ട് അവൾ സന്തോഷത്തോടെ അവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവരുണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ലീ വരാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഫ്രണ്ടിലാണ്. അപ്പോഴാണ് കുറെ സമയത്ത് അകത്ത് വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ലീയും കുറെ സന്തോഷത്തോടെ അവൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ആ കിം എവിടെ പോയി, ഞാൻ അവൾക്ക് വേണ്ടി ഇവിടെ എത്ര വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവന് സന്തോഷത്തോടെ ഇങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് അവന്റെ ചേട്ടനും കിമ്മായിട്ട് ഇങ്ങനെ ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നതാണെന്നത്. ഇത് കണ്ടതോടെ നമ്മുടെ ലീയും ദേഷ്യപ്പെടും. അങ്ങനെ അതോടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റിൽ പറയുക. കൂടാതെ നമ്മുടെ ചാനലിട്ട പല ഡ്രാമാസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.